കയറി പോകണമെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ 450-700 രൂപ വില. 700 വില കൂടിയാലും ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പം അളവ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ പാം ഓയിലിലേക്കൊക്കെ പോവാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുക്കള പ്രതിസന്ധിയിലാണ്. നമ്മൾ ക്യാഷ് വേണ്ടല്ലോ മേടിക്കാൻ. ഒരു ദിവസം പണിക്കൂലി പോകില്ല വെളിച്ചെണ്ണ വേണമെങ്കിൽ. പോകും. അപ്പം നഷ്ടക്കളിയാണ് മൊത്തം. എല്ലാം നഷ്ടമാണ്. പ്രശ്നങ്ങളാണ്. കിലോയ്ക്ക് 500 രൂപയെന്നാണ് കേട്ടത്. 500 മേളിലായി. നാടൻ വെളിച്ചെണ്ണ 550 രൂപ കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോലും വരും ചെയ്ത്. അപ്പോൾ ഈ അവസ്ഥയാണ്. കേരളത്തിലെ അടുക്കള പ്രതിസന്ധിയിലാണ്. തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാണ്. നമുക്കിത് മാറ്റിയെടുക്കാനുള്ള സർക്കാർ താങ്ങുവിലിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. സവോള ഭയങ്കര വിലയാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗം കുറച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വില കുറഞ്ഞു. ഏതായിട്ടായാലും വില കൂടി കഴിയുമ്പോൾ ഇത്തിരി ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചുപൊളി നിത്യജീവിതത്തിൽ അത്ര അലിഞ്ഞു ചേർന്ന സാധനമാണ് നമുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഉപയോഗം കുറച്ചുകൊണ്ട് ഇതൊരു പ്രതിഷേധമായിട്ട് കുറയ്ക്കാന്നുള്ളൂ. അതെ, നമുക്ക് അത്യാവശ്യപ്പെട്ട കറിയിലും തലയിൽ തേക്കാൻ മാത്രം അന്നേരം ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വില കുറയുമ്പോൾ നമുക്ക് സമൃദ്ധിയായിട്ട് ഉപയോഗിക്കാമല്ലോ. തച്ച് വേണം. ഞങ്ങൾക്ക് കിട്ടുന്ന തച്ച് വെളിച്ചെണ്ണയ്ക്ക് ആവും. കറക്റ്റ് എന്ന് മാത്രം പാടുപെട്ട് ഉണ്ടാക്കുന്ന തച്ച് 1 കിലോ വെളിച്ചെണ്ണ തീരും. വേറെ മേടിക്കണമെങ്കിൽ വേറെ കാശ് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ വില പിടിച്ചെടുത്തണമെന്ന് സർക്കാരിന് പറയണ്ടേ? പറയണം. അവർ പിടിച്ച് നിർത്താമെന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട്. ഈ സാധനങ്ങൾ സർക്കാർ സ്റ്റോക്ക് എടുത്ത് വില കുറച്ച് കൊടുക്കണം. ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. താങ്ങുവില സർക്കാർ ഇടണമെന്നാണ് പറയുന്നത്. ഇടണം. എന്നാലേ ഇത് കുറയത്തുള്ളൂ. ഈ വരാൻ പോകുന്ന ഓണം മിക്കവാറും വെള്ളത്തിനകത്ത് വറക്കേണ്ടി വരും.